ഹലോ, എങ്ങനെയാണ് ആൾക്കാർ കാശ് ഉണ്ടാക്കുന്നതെന്നറിയോ? കാശ് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഈ ലോകത്ത് ഏതൊരാൾക്കും കാശുണ്ടാക്കാൻ മൂന്ന് മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ് ആ 3 മാർഗങ്ങൾ? ഒന്നാമത്, ചില ആൾക്കാർ അവരുടെ സമയം വിറ്റ് കാശാക്കുന്നു. അതായത് ഇപ്പോൾ നമ്മളൊരു സർക്കാർ ഓഫീസിലെ ഒരു ക്ലാർക്ക്, അവരെങ്ങനെയാണ്, അവർ 9 to 5 ഒരു ജോലി ചെയ്യുന്നു. ആ സമയത്തിനാണ് അവർക്ക് കാശ് കിട്ടുന്നത്. അത് കഴിയുമ്പോൾ അവർ വീട്ടിൽ പോകുന്നു. ഇനി വേറൊരു തരം ആൾക്കാരുണ്ട്. അവരുടെ സ്കിൽസ് വിറ്റിട്ടാണ് കാശുണ്ടാക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ദാസേട്ടൻ അല്ലെങ്കിൽ ലാലേട്ടൻ, വിരാട് കോഹ്ലി, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇവരുടെ സ്കിൽസാണ് അവർ വിറ്റ് കാശാക്കുന്നത്. ഇനി മൂന്നാമത്തെ തരം ആൾക്കാർ, അവരുടെ കയ്യിലുള്ള കാശ് ഇട്ട് കാശ് വാരുന്ന ആൾക്കാരാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അംബാനി, അദാനി, ഇവരൊക്കെ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക? മറ്റുള്ള ബിസിനസ്സുകളിലേക്ക്, ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ കാശെടുത്ത് മറ്റൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താണ് അവർ കാശുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലൊരു കൗതുകകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫണൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാശിട്ട് കാശ് വാങ്ങുന്നവരാണ് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത്. അതിന് തൊട്ട് താഴെയാണ് സ്കിൽസ് വിറ്റ് കാശുണ്ടാക്കുന്ന ആൾക്കാരുള്ളത്. ഏറ്റവും താഴെയാണ് ടൈം വിറ്റ് കാശുണ്ടാക്കുന്ന ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ അംബാനിയെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അംബാനിക്ക് നമ്മളെല്ലാം ഉള്ള പോലെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടാവും. ആ മൊബൈൽ ഫോൺ വെച്ചിട്ട് അംബാനി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കോൾ വിളിക്കുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ടെക്നോളജിയെ കുറിച്ചിട്ട് പുള്ളിക്ക് ഒരു കാര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ പുള്ളി ചെയ്യുന്നത്, പുള്ളിയുടെ കയ്യിലുള്ള കാശ് ഉപയോഗിച്ചിട്ട് ഈ ടൈം വിറ്റ് കാശാക്കുന്ന ആൾക്കാരെയും സ്കില്ല് വിറ്റ് കാശാക്കുന്ന ആൾക്കാരെയും ഹയർ ചെയ്യുന്നു. ഈ 2 ആൾക്കാരും അംബാനിക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് കാശുണ്ടാക്കുന്ന വഴികൾ. അപ്പോൾ നിങ്ങൾ കാശുണ്ടാക്കുന്ന വഴി എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യും.